ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയ ഒരു ഈവൻറ്റ് വരാൻ പോകുന്നുണ്ട്. ഈവൻറ്റിൽ നമുക്ക് എല്ലാവർക്കും ഒട്ടേറെ ഫ്രീ റിവാർഡ്സും പിന്നെ അതുമാത്രമല്ല ഒരുപാട് മിഷൻസും ടാസ്കുകളൊക്കെ വരാൻ പോവുകയാണ്. പുതിയ ഈവൻറ്റിൽ നമുക്ക് എല്ലാവർക്കും ടോക്കൺസ് ലഭിക്കും. ആ ടോക്കൺസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫ്രീ റിവാർഡ്സ് ഒക്കെ നമുക്ക് എക്സ്ചേഞ്ച് അടിക്കാൻ സാധിക്കും. സ്ക്വാഡ് ബീഡ്സ് ഈവൻറ്റിന് ശേഷം ഫ്രീ ഫയറിലേക്ക് അടുത്ത് വരാൻ പോകുന്ന ഈവൻ്റ് ആണ് ഫ്രണ്ട്സ്. ഫ്രീ ഫയറിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന ഈവൻറ്റ് എന്തായിരിക്കും നമുക്ക് നോക്കാം. മാഹിൻ ഫൺസ് റോസൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ നിന്നും വീഡിയോ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ താഴേക്കാണ് ബെല്ലേക്ക് അമർത്തിയേക്ക്. കാരണം ഞാൻ ഇതുപോലെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. മറക്കാതെ ബെല്ലേക്ക് അമർത്തിയേക്ക്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ പ്രോബ്ലം വരാതെ വീഡിയോ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. ഫെബ്രുവരി 28 ഈവൻ്റ് ആരംഭിക്കുകയാണ്. ദി ക്രീഡ് ഓഫ് ഫയർ. മാർച്ച് 13 വരെ ഉണ്ടാവും പുതിയ ഈവൻറ്റ്. നമ്മളിവിടെ കാണുന്ന ഈ കലണ്ടറിൽ കാണുന്ന എല്ലാ റിവാർഡും നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന പുതിയ റിവാർഡ്സ് ആണ് ഗൈസ്. ഇതെല്ലാം എന്തൊക്കെ റിവാർഡ്സ് ആണ് നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഹോർഡ് കില്ലർ ബണ്ടിൽ ലഭിക്കുന്നുണ്ട്, ഫീമെയിൽ ബണ്ടിൽ ലഭിക്കുന്നുണ്ട്, AW ഗണ്ണിൻ്റെ സ്കിൻ ലഭിക്കുന്നുണ്ട്, പിന്നെ നൈഫിൻ്റെ സ്കിൻ, പിന്നെ നമുക്ക് AW സ്കിൻ, E90 സ്കിൻ, ഡിസേർട്ട് ഈഗിൾ സ്കിൻ, പിന്നെ ഫിസ്റ്റ്, പിന്നെ നമുക്ക് സർഫ് ബോർഡ്, ബാക്ക് പാക്ക്, ഫാൽക്കൺ പെറ്റിൻ്റെ സ്കിൻ, പാരഷൂട്ട്, ലൂട്ട് ബോക്സ് തുടങ്ങി നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരുപാട് ഫ്രീ റിവാർഡ്സ് ഒക്കെയാണ് ഫ്രണ്ട്സ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ദി ക്രീഡ് ഓഫ് ഫയർ ഇന്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഈ ഇവന്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പേജ് കാണാൻ സാധിക്കും. അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ലോഗിൻ റിവാർഡ് കാണാം, ഡെയിലി സ്കോട്ട് കാണാം, ദി അക്കാഡമി കാണാം, ലീഡ് ഓഫ് വീല് കാണാം, പിന്നെ നമുക്ക് മിസ്റ്ററി ഷോപ്പ് കാണാം. നമുക്ക് ഈ റിവാർഡ്സ് ഒക്കെ ലഭിക്കാൻ പോകുന്ന മിഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെയായിരിക്കും ഫ്രണ്ട്സ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്കിവിടെ മിസ്റ്ററി ഷോപ്പ് കാണാൻ സാധിക്കും. മാർച്ചിൽ അവസാനം നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന മിസ്റ്ററി ഷോപ്പാണ് ഗൈസ് ഇത് എന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ദെൻ നമുക്ക് ലഭിക്കാൻ പോകുന്ന റിവാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു അസാസിൻ ക്രീഡിന്റെ പാരഷൂട്ട്, പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ ഫീമെയിൽ കോസ്റ്റ്യൂം, ഈ ഒരു ഫീമെയിൽ കോസ്റ്റ്യൂം നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും എടുക്കാൻ സാധിക്കുന്ന, ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീമെയിൽ ബണ്ടിലാണിത്. എന്തായാലും നല്ലൊരു ബണ്ടിലാണ് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഹൂഡി ടൈപ്പ് ഫുള്ള് ബണ്ടിലാണിത്. എന്തായാലും വൈറ്റും ബ്ലാക്കും കൂടി കലർന്ന ഒരു ബണ്ടിൽ. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു മ്യൂസിക് ലഭിക്കുന്നതായി. നല്ല ചുവപ്പ് കളറിലുള്ള അവതാറും ബാനറും നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും ഇവിടെ ലഭിക്കുന്നുണ്ട് ഈ ക്രീഡ് ഓഫ് ഫയർ എന്ന ഈവന്റിൽ നിന്നും. ദെൻ നമുക്ക് എല്ലാവർക്കും ചുവപ്പ് കളറുള്ള ഒരു പിന്ന് ലഭിക്കുന്നുണ്ട്. ദെൻ ഗൈസ് അതിന് താഴെ നമുക്ക് എല്ലാവർക്കും ഫാൽക്കൺ പെറ്റിന്റെ സ്കിന്ന് കാണാൻ സാധിക്കും. അസാസിൻ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈവന്റിൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന ഒരു സ്കിന്നായിരിക്കും. ഈ അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഈവന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു ലൂട്ട് ബോക്സും, പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു സർഫ് ബോർഡ് സ്കിന്ന് ലഭിക്കുന്നത് ഈവന്റിൽ നിന്നായിരിക്കും. നല്ല മാസമായിട്ടുള്ള 2 റിവാർഡാണ് ഗൈസ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു P90 സ്കിന്ന് ലഭിക്കുന്നുണ്ട്. അസാസിൻ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈവന്റിൽ ലഭിക്കാൻ പോകുന്നത് ഈ ഒരു P90 സ്കിന്നാണ്. ദെൻ ഗൈസ് നമുക്ക് എല്ലാവർക്കും ഡയമണ്ട് റോയൽ ഓൾച്ചറും, പിന്നെ നമുക്ക് എല്ലാവർക്കും ഇൻക്യുബേറ്റർ ഓൾച്ചർ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന ടോക്കൺ ഇങ്ങനെയായിരിക്കും. ഇതൊന്നും കൂടാതെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഇമോട്ട് കാണാൻ സാധിക്കും ഗൈസ്. നമ്മൾ കഴിഞ്ഞ പോലെ കണ്ടു. ഈ ഒരു ഇമോട്ട് നമുക്ക് എല്ലാ പ്ലേയേഴ്സിനും, അതായത് മിക്കവാറും നമുക്ക് ഡയമണ്ട് കൊടുക്കേണ്ടി വന്നേക്കാം ഈ ഒരു ഇമോട്ട് എടുക്കാനായിട്ട്. ഫെയർഡ് വീലിലോ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ടോക്കൺ ടവറിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു ഇമോട്ട് ആയിരിക്കാം ഇത്. നല്ല ഡയമണ്ട് വേണ്ടി വന്നേക്കാം ഈ ഒരു ഇമോട്ട് എടുക്കാനായിട്ട്. ദെൻ ഗൈസ് മറ്റൊരു ഇമോട്ട് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഇമോട്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ നല്ലൊരു കാര്യം. നമ്മളെല്ലാവരും ഇവിടെ 2 ഇമോട്ട് കണ്ടില്ലേ ഗൈസ്. ഈ 2 ഇമോട്ടിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇമോട്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് നൽകുകയാണെങ്കിൽ, കാരണം ഇവിടെ ഇന്ത്യയിൽ ഫ്രീ ഫയർ ബ്ലോക്ക് അല്ലേ ഗൈസ്. അപ്പോൾ ഒരുപാട് പ്ലേയേഴ്സൊക്കെ ഇപ്പോഴും സെഡ് അടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരെയും ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് ഫ്രീ ഫയർ ഇവിടെ ഏതെങ്കിലും ഒരു ഇമോട്ട് നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് നൽകുകയാണെങ്കിൽ നല്ലൊരു കാര്യം. 2 ദിവസം കഴിഞ്ഞിട്ട്, അതായത് ഫെബ്രുവരി 28 ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന പുതിയൊരു ഇവന്റ് ആണത്. അത് മാത്രമല്ല നമ്മുടെ ചാനലിൽ ചെറിയ നോട്ടിഫിക്കേഷൻ പ്രോബ്ലം ഉണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്ത് രണ്ടാമത് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലേക്ക് അമർത്തുക. യൂട്യൂബേഴ്സായി എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ഗൈസ്. അത് നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രോബ്ലം വന്നിരിക്കും. സോ നമുക്ക് എല്ലാവർക്കും ഈ നോട്ടിഫിക്കേഷൻ പ്രോബ്ലം ഒന്ന് അവസാനിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് രണ്ടാമത് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ബെല്ലേക്ക് അമർത്തുക. സോ ഗൈസ് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെടാൻ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർ ഷെയറും ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.